ഓണ ദിവസം നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. കാരണം ഇത്രയും ശാന്തമായ റോഡ് തിരുവോണ ദിവസം ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത്ര ശാന്തമായ രീതിയിൽ വണ്ടി ഓടിക്കുന്ന ദിവസം ഇന്നത്തെ ദിവസമാണ്. സാധാരണ ദിവസം വണ്ടി ഓടിക്കുമ്പോൾ കാർ റേസിംഗ്, ഞങ്ങൾ ഈ കാർ റേസിംഗ് കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ കാർ റേസിംഗ് പോലെയാണ് ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഇവിടെ ആശുപത്രിയിൽ എന്റെ മദറിനെ കൊണ്ട് പോകുന്ന സമയത്ത്, ഞങ്ങൾ അങ്ങോട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരു പുള്ളി വളരെ സ്പീഡിൽ, ഞാനോടത്ത് ആ മനുഷ്യൻ ആശുപത്രി പോകാൻ വേണ്ടി ആയിരിക്കും എന്ന് ഓർത്ത്. കാരണം വളരെ പാഞ്ഞു, നമ്മുടെ മൈക്കിൾ ഷൂമാക്കറിന്റെ ഒക്കെ കാർ റേസിംഗ് പോലെ പുള്ളി പാഞ്ഞു കയറി മുമ്പോട്ട് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ തട്ടുകടയുണ്ട്, ഒരു ബജിക്കട. അവിടെ നിർത്തിയിട്ട് ആൾ അവിടെ പെട്ടെന്ന് ചായ കുടിക്കാൻ വേണ്ടി. അപ്പൊ ഈ മനുഷ്യന്റെ ഇതുപോലുള്ള റേസിംഗ് ഓട്ടം ഒരു കാരണവും ഇല്ലാതെയുള്ള ചായ കുടിക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി ഒന്ന് ശാന്തമായിട്ടൊന്ന് പോകാൻ, മറ്റ് പെഡസ്ട്രിയൻസിനെയൊക്കെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീബ്ര ക്രോസിംഗിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അത് പെഡസ്ട്രിയൻസിന് പോകാൻ വേണ്ടിയുള്ള ഒരു പാത്ത് വേണം അല്ലെ. ഒരാൾ സ്റ്റോപ്പ് ചെയ്യത്തില്ല. വലിയ കാര്യമുള്ള കാര്യത്തിനല്ല ഈ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. കാര്യമുള്ള കാര്യമാണെങ്കിൽ പോട്ടെ, കാര്യമുള്ള കാര്യമല്ല. സിംപിളി ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ആണെങ്കിലും ആൾക്കാർക്ക് ഈ ഒരു എന്താ പറയുന്നത്, അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും നിയമം കർക്കശമാക്കി കഴിഞ്ഞാൽ ആൾക്കാരിത് ഫോളോ ചെയ്യും. പക്ഷെ ഇവിടെയൊക്കെ നിയമം കർക്കശമായിട്ടൊക്കെ തന്നെ ഉണ്ട്. ക്യാമറകളുണ്ട്, പോലീസിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എത്ര കർക്കശമാക്കിയാലും മനുഷ്യർ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. ഇവിടെ ബൈബിളിൽ ഒരു വചനമുണ്ട്, ലോ സ്റ്റിർസ് അപ്പ് ദ സിൻ എന്ന് പറയും. അതായത് നിയമം വരുമ്പോഴത്തേക്ക് അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുകയാണ്. വാസ്തവത്തില് മനുഷ്യൻ ശാന്തമാകുന്നത് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടില് ഇത്രയും വെപ്രാളവും വിരളിയും പിടിച്ച് മനുഷ്യൻ ഇങ്ങനെ ഓടുമ്പോൾ ദൈവത്തിന്റെ ശാന്തത, പരിശുദ്ധാത്മാവിനോടുള്ള ആ ശാന്തത നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യരിലേക്കും കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ശാന്തത എല്ലാവരും അനുഭവിക്കട്ടെ. ഇപ്പൊ ഓണത്തിനൊക്കെ ആണെങ്കിലും മനുഷ്യര് എല്ലാവരും വീട്ടിലൊക്കെ ഫംഗ്ഷനൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവസാന്നിധ്യത്തിലുള്ള ആ ശാന്തത വരുമ്പോഴാണ് നമ്മുടെ കുടുംബവും നമ്മുടെ ഫാമിലി ലൈഫും എല്ലാം ബ്ലിസ്ഫുൾ ആകും. നമ്മളെ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഇന്നെല്ലാം വെപ്രാളം, മറ്റൊരാളെക്കാളും മുമ്പിൽ എനിക്ക് വരണം, അങ്ങനെയുള്ള ഈ കോമ്പറ്റീഷനും കമ്പാരിസണും ഒക്കെ കാരണം മൊത്തത്തിൽ ടെൻഷനും ആൻസൈറ്റിയും സ്ട്രെസ്സും നിറഞ്ഞൊരു ലോകം. അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊന്ന് ചെറുതായി കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് മുമ്പിൽ കയറി പോകാൻ നമ്മളൊന്ന് പുറകെ നിന്നാൽ ഒരു 2 മിനിറ്റ് ഒന്ന് സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തോ വലിയ പരാജയമെന്ന് ചിന്തിക്കുന്ന മനുഷ്യര്. ഇതൊന്നും പരാജയമല്ല. വാസ്തവത്തില് ഈശോയുടെ വചനത്തിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ചില സമയത്ത് നമ്മളൊന്ന് താഴ്ന്നു നിൽക്കുന്നത്, ചില സമയത്ത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നത്, ചില സമയത്ത് നമ്മളൊന്ന് എളിമപ്പെടുന്നത് ദൈവത്തിന് നമ്മളെ ഉയർത്തുവാൻ കാരണമായി തീരും. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം പറ്റുവാണെങ്കിൽ വായിക്കണം കേട്ടോ. ഈ ഓണ ദിവസം വീട്ടിലെല്ലാവരും ഒരുമിച്ചിരിക്കും, അതൊന്ന് വായിച്ചേ. ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. സ്വന്തം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ഗുരു. അത് എളിമപ്പെടുന്ന കർത്താവിന്റെ ആ ദിവ്യ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന് അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, ദൈവം അവനെ ഉയർത്തി, എല്ലാ നാമത്തിലും ഉപരിയായ നാമം അവന് നൽകി. കാരണം ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും അറിയണം, ദിസ് ഈസ് ദ ക്വാളിറ്റി ദാറ്റ് ഗോഡ് എക്സ്പെക്ട്സ്. ശാന്തമാവുക, ചില കാര്യങ്ങൾ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം. സ്ട്രെസ്സും ആൻസൈറ്റിയും ടെൻഷനും പാനിക് അറ്റാക്കും ഒക്കെ ഇന്ന് അത് കാരണം മനുഷ്യൻ ഇന്ന് വെപ്രാളം കൊണ്ട് എന്താ പറഞ്ഞ ഓടുവാണ്, വെപ്രാളാണ്. ഈശോ ഇന്ന് നമ്മളെ നോക്കി പറയുന്നു, ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നിറയുക. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഓണ ദിവസം ഞാനിത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുകയല്ല. ഇന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇന്നിത് പറയണമെന്ന് എന്റെ മനസ്സിൽ തോന്നി. കാരണം കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കാർ റേസിംഗിനകത്ത്, നമ്മൾ റേസിംഗ് ട്രാക്കിനകത്ത് വണ്ടി ഓടിക്കുന്ന പോലത്തെ ഫീലായിരുന്നു. അതുകൊണ്ടൊന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗോഡ് ബ്ലസ് യു.